ഇന്നും മഴ തോരില്ല എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീനുണ്ട്, ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് പി മുഹമ്മദ് ജസീമും കോഴിക്കോട് നിന്ന് സാനിയോ മനോമയും ചേരും. ആദ്യം നമുക്ക് അല്ലമീനിലേക്ക് തിരുവനന്തപുരത്തേക്ക്, നമ്മുടെ പോകാം. തലസ്ഥാന നഗരിയിലേക്ക് പോകാം. അല്ലമീൻ അവിടെ തയ്യാറാണ്. അല്ലമീൻ, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? മഴയുണ്ടോ? നഗരത്തിലൊക്കെ വെള്ളക്കെട്ട് അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ? രഞ്ജിത്ത്, അതുല്യ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിന്ന് യെല്ലോ അലർട്ടാണ്, മഞ്ഞ മുന്നറിയിപ്പാണ് മഴയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചവരെ അതിശക്തമായിട്ടുള്ള മഴ തിരുവനന്തപുരത്ത് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴ ആ ഒരു ശക്തി തോത് കുറയുകയും വൈകുന്നേരങ്ങളിലൊക്കെ ചാറ്റൽ മഴയായി തുടരുകയുമായിരുന്നു. രാത്രി വലിയ മഴയില്ല, പക്ഷേ പുലർച്ചെ മുതൽ വീണ്ടും ചെറിയ ചാറ്റൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. പക്ഷേ വെള്ളക്കെട്ടിലേക്കോ അല്ലെങ്കിൽ നഗരം സാധാരണ വലിയൊരു മഴ പെയ്യുമ്പോൾ തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങുന്നതൊക്കെ, വലിയ മഴയൊന്നും പെയ്യണ്ട, മഴയെന്ന് കേട്ടാൽ തന്നെ തലസ്ഥാനത്തിൻ്റെ വിവിധ മുക്കുമൂലകളിൽ വെള്ളത്തിൽ നിറയുന്ന, വെള്ളക്കെട്ട് നിറയുന്ന ഒരു സാഹചര്യമാണ് തലസ്ഥാനത്തുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ രാത്രി വലിയ മഴയില്ലായിരുന്നു. പുലർച്ചെ മുതൽ നേരിയ തോതിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഒരു പക്ഷേ ഈ മഴ ഈ നിലയിൽ തുടരുകയോ അല്ലെങ്കിൽ മഴ ശക്തി പ്രാപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ തലസ്ഥാനമൊക്കെ വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിൽ എന്തായാലും അത്തരമൊരു ദുർഗതിയിലേക്ക് തലസ്ഥാന നഗരി ഇന്ന് പോയിട്ടില്ല. മലയോര മേഖലകളിലും സമാനമായ സാഹചര്യമാണ്. ഇന്നലെ ഉച്ചവരെയൊക്കെ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ തുടർന്നിരുന്നു. എന്നാൽ വൈകുന്നേരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയുടെ തോത് കുറയുകയും ശക്തി കുറയുകയും ഒക്കെ ചെയ്തു. രാത്രിയും പലയിടങ്ങളിലും മഴയില്ലായിരുന്നു. പുലർച്ചെ മുതലാണ് വീണ്ടും മഴ ആരംഭിച്ചത്. അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 7 ജില്ലകളിൽ, അത് പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമുള്ള ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രധാനമായും പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെക്കൻ കേരളത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാധീന ഫലമായി ഇപ്പം ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശക്തി പ്രാപിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്വാധീന ഫലമായി ശക്തമായിട്ടുള്ള മഴ ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലിനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം വലിയ കാറ്റിനുള്ള സാധ്യത. ഒപ്പം തെക്കൻ കേരള തീരത്തത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്നു രാത്രി 11:30 വരെ ശക്തമായിട്ടുള്ള തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തെക്കൻ കേരള തീരത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഏറ്റവും പുതിയ മഴ അപ്ഡേറ്റുകൾ അല്പസമയത്തിനകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കും. നിലവിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം അലമീൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ മഴയില്ല. അതേസമയം ചാറ്റൽ മഴയുണ്ട്. അതായത് മഴയുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. ഇനി കൊച്ചിയിലെ സാഹചര്യം പരിശോധിക്കാം. കൊച്ചിയിൽ നിന്ന് പി മുഹമ്മദ് ജസീം തയ്യാറാണ്. ജസീം, ഇന്നലെ കൊച്ചിയിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. പ്രധാന റോഡുകളൊക്കെ വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് കൊച്ചി നഗരത്തിലെ ഒരു സാഹചര്യം? രഞ്ജിത്ത്, ഇപ്പോഴും കൊച്ചിയിൽ മഴ തുടരുകയാണ്. വലിയ കനത്ത ഒരു മഴയില്ലെങ്കിൽ പോലും ഒരു ചാറ്റൽ മഴ, ഇന്നലെ രാത്രി ഇടമുറിയാത്ത രീതിയിലുള്ള ഒരു മഴ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ രൂപപ്പെടുകയുണ്ടായിരുന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് അല്പം ശമനമുണ്ടെങ്കിൽ പോലും ഈ മഴ തുടരുന്നത് വലിയൊരു ഭീഷണിയാണ്. ഈ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അതീവ രൂക്ഷമാണ് എന്ന് തന്നെ പറയാം. ഇന്നലെ രാത്രിയൊക്കെ അതീവ രൂക്ഷമായിരുന്നു ഗതാഗതക്കുരുക്ക്. ഇതിപ്പോൾ രാവിലെയും ഈ മഴ തുടരുന്നത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമാകുമെന്നുള്ള ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നഗരത്തിലെ കൊച്ചി നഗരത്തിൽ പ്രധാന ഭാഗങ്ങളായ കളമശ്ശേരി, അതുപോലെ കടവന്ത്ര ഉൾപ്പെടെയുള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷനും അതുപോലെ KSRTC ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പനമ്പിള്ളി നഗർ പോലെയുള്ള ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്നലെ വൈകിട്ട് മുതൽ പോകുന്നത്. ഇന്നലെ 4 മണി മുതലാണ് കൊച്ചി നഗരത്തിൽ മഴ ശക്തമായത്. ഇന്നും
ഇന്നും ഓറഞ്ച് അലർട്ട് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നൽകിയത് കൊണ്ട് തന്നെ കാര്യമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്ന് രാവിലെയും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണെങ്കിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പല ഭാഗങ്ങളിലും നേരത്തെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ മലിനജലമാണ് പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്നത്. ഇന്നലെ ബസ് സ്റ്റാൻഡ് വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ എന്താണ് സാഹചര്യം? വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ഇപ്പം KSRTC ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ളിടത്തൊക്കെ വെള്ളം കയറിയിരുന്നല്ലോ. പല സ്ഥലങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും മഴ തുടരുന്നതാണ് പ്രധാന പ്രശ്നം. എങ്കിലും KSRTC ബസ് സ്റ്റാൻഡിന് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊന്നും വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഈ മഴ തുടരുന്നതോടുകൂടി തന്നെ ഈ ഒരു വെള്ളക്കെട്ട് വീണ്ടും രൂപപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പല കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പല കടകളും നേരത്തെ തന്നെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടി കൊച്ചി നഗരത്തിലുണ്ടായി. അതുപോലെ ഹോട്ടലുകളും മറ്റും അടച്ചത് പല യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും മഴ തുടരുന്നത് അതുപോലെ ഈ കളമശ്ശേരി ഭാഗങ്ങളിൽ 20ഓളം വീടുകളിൽ, മുലപ്പാടം ഭാഗങ്ങളിലൊക്കെ പല ഭാഗങ്ങളിലും 20ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള സാഹചര്യം ജനങ്ങൾക്ക് വളരെയധികം ദുരിതമായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുല്യ, അതാണ് കൊച്ചിയിലെ സാഹചര്യം. വെള്ളക്കെട്ട് മൂലം കടകൾ വരെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. മഴ തുടരുന്നത് ആശങ്ക തന്നെയാണ്. ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോവാം. കോഴിക്കോട്ട് നിന്നും സാനിയോ ചേരുന്നുണ്ട്. സാനിയോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇന്നലത്തെ മഴയിൽ വെള്ളം കയറിയിരുന്നല്ലോ. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഗുഡ് മോർണിംഗ് അതുല്യ ആൻഡ് രഞ്ജിത്ത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴയാണ് പെയ്യുന്നത്. മെഡിക്കൽ കോളേജ് സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ ഇന്നലെ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. IMCHൽ, അതായത് അമ്മയും കുഞ്ഞും സ്പെഷ്യൽ സെന്ററിൽ ഇന്നലെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഡ്രെയിനേജ് നിറഞ്ഞു കവിഞ്ഞാണ് അവിടേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ ആശുപത്രി അധികൃതർ വലിയ മോട്ടോറുകളും മറ്റും കൊണ്ടുവന്ന് ആ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് രാത്രി വലിയ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ വെള്ളം കയറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണി മുതലാണ് കോഴിക്കോടും വലിയ മഴ കനത്തത് എന്ന് വേണം. തന്നെ മഴ കനക്കുന്നുണ്ടായിരുന്നു. ഏതായാലും രാവിലെ ഒന്നും മഴയുണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷത്തെ മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോഴിക്കോട് നഗരത്തിൽ തന്നെ മാവൂർ റോഡിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ അല്പം കുറഞ്ഞതുകൊണ്ട് തന്നെ മാവൂർ റോഡിലെ വെള്ളക്കെട്ടൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. പന്തീരാങ്കാവ് UP സ്കൂൾ റോഡിൽ വീട്ടിലേക്ക് വെള്ളം കയറി 6 വീട്ടുകാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. അതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്നുമെല്ലാം വെള്ളം തോർന്നു പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ചെറിയ ചാറ്റൽ മഴ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ മഴ ശക്തമല്ല. ഇന്നലെ ഏകദേശം 1 മണി മുതൽ പിന്നീട് ഇങ്ങോട്ട് ശക്തമായ മഴ പെയ്യുന്നില്ല. പകരം ചാറ്റൽ മഴയാണ് പലയിടങ്ങളിലും പെയ്യുന്നത്. ക്വാറി ഖനനത്തിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സൂചനകളുമായി ചാറ്റൽ മഴയടക്കം തുടങ്ങിക്കഴിയുകയും ചെയ്തു. എന്തായാലും ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്.